الذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم. നിങ്ങൾ സ്വന്തത്തോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെന്ന് കരുതുക. അന്യായമായ പാപങ്ങളോ തെറ്റുകളോ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഔ ളലമു അൻഫുസഹും, സ്വന്തത്തോട് ആരും അറിയാതെ സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ദക്കറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ആ പാപം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണം. അഥവാ ചെയ്തു പോയ തെറ്റ് മനസ്സിലൊരു ബേജാറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് തുറന്നു പറയാൻ പറ്റുന്ന മാസമാ റമളാൻ. രണ്ട് കരങ്ങളും അള്ളാഹ്ക്ക് നേരെ നീട്ടി, അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബേ, ഞാൻ തോന്നിയാസത്ത് പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, ശരീരം നശിപ്പിക്കുന്ന മാരക ലഹരിയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ട് റബ്ബേ, അവരെന്റേത് കുത്തിപ്പറച്ചിട്ടുണ്ട് റബ്ബേ, കട്ടെടുത്തിട്ടുണ്ട് റബ്ബേ, ഇങ്ങനെ ചെറുതും വലുതുമായ ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ അതെല്ലാം റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയുക. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുന്ന, അങ്ങനെ ഒരു ഹൃദയത്തിന്റെ നന്മയുണ്ടെങ്കിൽ അള്ളാഹു അവനെ കാത്തിരിക്കുമെന്ന ആ ഒരു മനസ്സിന്റെ ചിന്തയോടുകൂടി വരാനിരിക്കുന്ന ദിനങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. കുറെ നോമ്പുറക്ക് പോകണം, കുറെ പള്ളിയിൽ കഴിച്ചും പൊരിച്ചുകൊണ്ടുവരണം, രാത്രി റൊട്ടുമലേക്ക് ഇറങ്ങണം, രാവ് പകലാക്കണം, അല്ലെങ്കിൽ വളരെ ആർഭാടത്തോടെ ഉല്ലസിച്ചുകൊണ്ട് ഈ റമളാൻ അങ്ങോട്ട് സ്വീകരിക്കണം എന്നൊന്നും അല്ല ലക്ഷ്യം വെക്കേണ്ടത്. ഓരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർള്, എനിക്ക് എന്റെ പടച്ചവന്റെ സ്വർഗം ഉറപ്പിക്കണം, എന്റെ കുറ്റങ്ങളൊക്കെ അള്ളാഹ് പൊരുത്തപ്പെടുന്ന കോലത്തിലും ആവണം. ആ രണ്ട് ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഈ യോഗ്യതയും ഉണ്ടെങ്കിൽ ഈ റമളാൻ ആയുസ്സിലെ വലിയൊരു സമ്പാദ്യമായിരിക്കും. അല്ലെങ്കിൽ ഉള്ള സമ്പാദ്യം ഒക്കെ റമളാൻ കൊണ്ട് പോവുകയും ചെയ്യും, ഒരു ഗുണവും നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഇതിലേത് വേണമെന്ന് ഓരോ മുഅ്മിനീങ്ങളും സ്വന്തത്തോട് ചോദിച്ച് കുടുംബത്തെ ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു റമളാനായി ഈ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങൾ